ഉദഹിയത്ത് അറക്കുക എന്നുള്ള ശക്തമായ സുന്നത്താണ്. അതൊരു ദാനം ചെയ്യുകയാണ് അതിൻ്റെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ഉൻഫിഖത്തിൽ വജിക്കു ഫി ഷൈഇൻ അഫ്ദല മിൻ അഹിറത്തിൻ ഫി യൗമി ഈദ്. പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ ദിവസം ചെലവഴിക്കുന്ന പൈസകളിൽ ഏറ്റവും മുന്തിയത് അഫ്ദലായത് ഉദഹിയത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സംഖ്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കഴിവുള്ള എല്ലാ ആളുകളും അറക്കണം. ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. ചിലയിടത്തൊക്കെ പുരുഷന്മാരറക്കും. സ്ത്രീകൾ ഈ വിഷയം തന്നെ കഴിവുള്ള സ്ത്രീകൾ തന്നെ അറിയാറില്ല. സ്ത്രീകളും അറക്കണം. അതൊക്കെ സുന്നത്താണ്. പ്രത്യേകം അത് സിറാത്ത് പാലത്തിന്മേൽ വാഹനമായി അള്ളിമൂ ലഹായാക്കും ഫൈനഹാല സിറാത്തി മത്തായാക്കും എന്നാണ്. നിങ്ങൾ നല്ലതിനെ അറക്കുക, അതിനെ ബഹുമാനിക്കുക. അത് സിറാത്ത് എന്ന പാലത്ത് നിങ്ങൾക്ക് വാഹനമായി സെക്കൻഡ് ജനറേഷനിലൂടെ ആക്കപ്പെടുമെന്ന് വരെ വിശുദ്ധ ഹദീസുകളുണ്ട്. രാത്രി ഒളുഹിയത്ത് അറക്കൽ അത്യാവശ്യ കാരണമില്ലെങ്കിൽ ശക്തമായ കറാഹത്താണ്. ഒളുഹിയത്ത് എന്നല്ല, ഏത് അറുവാം മൃഗം വിശ്രമിക്കുന്ന ടൈമിൽ, ഉറങ്ങുന്ന ടൈമിൽ പിടിച്ച് ഇറക്കൽ. സാധാരണ അറിവ് പോലും അങ്ങനെ. ഇപ്പോഴത്തെ അധിക അറിവ് രാത്രി തന്നെയാണ്, സൗകര്യത്തിന് വേണ്ടി രാവിലത്തെ ഭക്ഷണം ആയി കിട്ടാൻ വേണ്ടി. പക്ഷേ മസാല അങ്ങനെയാണ്. പ്രത്യേക ഗുണമൊന്നും ഇല്ലാണ്ട് നിർബന്ധിതമായ സാഹചര്യമോ ഗുണമില്ലെങ്കിൽ രാത്രി അറക്കാതിരിക്കലാണ് നല്ലത്. അറക്കാനൊക്കെ ഏറ്റവും നല്ലത് സൂര്യോദയം കഴിഞ്ഞ് ദുഹൻ്റെ ടൈം ആകുമ്പോഴാണ് അറക്കാൻ നല്ലത്. ഉദഹിയത്താണെങ്കിൽ 2 റക്അത്ത് നിസ്കാരം ഖുതുബൻ്റെ ടൈമും കഴിഞ്ഞ ശേഷം ഇറക്കുക. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ തന്നെയാണ്. ടൗണുകാർക്കൊക്കെ ഇമാം നിസ്കരിച്ച് ഖുതുബ കഴിഞ്ഞാലാണ്. മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷം ഖുതുബിന് ശേഷം അറക്കൽ തന്നെ ജായിസ് ആകില്ല എന്ന് പറഞ്ഞു. അഹമ്മദ് തങ്ങൾ പറഞ്ഞു, ലാ യജൂസു ഖബ്ല സലാത്തിൽ ഇമാം, ഇമാം നിസ്കരിച്ചതിൻ്റെ ശേഷം നിസ്കരിക്കുന്നതിന് മുമ്പ് ജായിസ് ആവില്ല. അങ്ങനെ വിവിധ അഭിപ്രായങ്ങളാണ്. ചുരുക്കത്തിൽ അറവ് നല്ലൊരു അമലാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, കൗസർ എന്ന അതിമഹത്തായ നദി അല്ലെങ്കിൽ പാനീയം അല്ലെങ്കിൽ ഖൈർ ഗസീർ അധികരിച്ചു കൊണ്ട് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ സല്ലി റബ്ബിക്ക, അള്ളാഹുവിന് വേണ്ടി തങ്ങൾ പെരുന്നാസ്കരിക്കണം. വൻഹർ, അറവ് നടത്തുകയും ചെയ്യണമെന്ന് പറയുന്നു. കഴിവുള്ള ആളുകൾ അത്യാവശ്യമായി മാംസം ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വക്കാലത്താക്കി മറ്റൊക്കെ അറുത്താൽ ഉപകാരപ്രദമാവും എന്നുള്ളത് തന്നെയാണ് ശരി. അവനവൻ്റെ നാട്ടിൽ അറക്കണം. നാട്ടിൽ കുടുംബത്തിൽ ഒരാളെത്താൽ ആ കുടുംബത്തിനത്തോട്ട് ഉദയത്തിൻ്റെ ബാധ്യത ഒഴിവാകുമെങ്കിലും അതിൻ്റെ പ്രത്യേക സുന്നത്ത് കിട്ടൽ അർത്ഥവർക്കണം. വാപ്പ അറുത്ത വാപ്പക്ക്, മക്കളെത്താ മക്കൾക്ക്, സ്ത്രീകൾ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഓരോരുത്തർത്ത അവർക്കും അതിൻ്റെ പ്രത്യേക പുണ്യം കിട്ടും എന്നാണ്. സ്ത്രീകൾ സാധാരണ കുറവാണ് ഈ വിഷയത്തിൽ. അവർക്ക് ഉദയത്തിൻ്റെ സ്പെഷ്യൽ പുണ്യമാണെങ്കിൽ അവർ പങ്ക് കൂടണം. ആട്, മാട്, ഒട്ടകം പോലത്തേൽ ആണ് അറക്കേണ്ടത്. അതിൽ ആടിൽ ഷെയർ കൂടാൻ പറ്റില്ല. മാടിലും ഒട്ടകപർവ്വത്തിലും 7 ആൾ വരെ ഷെയർ കൂടാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ശരി വശം.